സാർ ആദ്യമായിട്ടാണ് മാത്സ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. സാർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ കിട്ടുമോ? പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ- അങ്ങനെയാണോ? ഇതിനു മുമ്പേ പ്ലസ് കിട്ടാറുണ്ടായിരുന്നോ? ഇല്ല. ഇല്ല. ഫെയിൽ കിട്ടും പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ- അതിലും വലിയ എന്തോന്ന് വേണോ? ഇന്നലെ ഇരുന്ന് കണ്ടിട്ടല്ലേ ആണോ? എന്നിട്ട് എന്താ തോന്നുന്നത്? പോയത് അടിപൊളി. ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. വളരെയധികം സന്തോഷത്തോടു കൂടിയാണോ ഞാൻ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാം, അല്ല എന്നും പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ SSLC മാത്തമാറ്റിക്സ് ടഫ് ആണോ അല്ലേ എന്നൊരു ചോദ്യം ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, 9ാം ക്ലാസ്സിൽ നിങ്ങൾ 10 സബ്ജക്റ്റുമായിട്ടാണ് പരീക്ഷ എഴുതിയത്. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് 10 സബ്ജക്റ്റുകളാണ്. അതിലൊരു പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. ഈ 10 സബ്ജക്റ്റുകൾ നിങ്ങൾ ഇത്രയും കാലം കഴിഞ്ഞ പരീക്ഷകളുടെ റിസൾട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സിലൊക്കെ ഒരുപാട് ബുജികളൊക്കെ ഉണ്ടാവും. 10A+ പ്രതീക്ഷിച്ച് പോയിട്ട് ഒരു വിഷയത്തിൽ A+ നഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ഒരു വിഷയം മാത്തമാറ്റിക്സ് ആണ് പൊതുവേ ഉണ്ടാവാറുള്ളത്. അതായത് SSLC പബ്ലിക് എക്സാമിൽ ഏറ്റവും കുറവ് കുട്ടികൾക്ക് A+ കിട്ടുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മാത്തമാറ്റിക്സ് ആണ്. 9ാം ക്ലാസ്സിനേക്കാൾ പഠിക്കാൻ കുറവാണ് 10ാം ക്ലാസ്സിലുള്ളത് എങ്കിൽ പോലും A+കളുടെ എണ്ണം വരുന്ന സമയത്ത് കുട്ടിക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളല്ല പരീക്ഷയ്ക്ക് വരിക. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലെ ആശയങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ വൃത്തിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ആ ആശയങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടുകയില്ല. ആ ആശയങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ പുറമെ നിങ്ങൾ എന്തും കൂടി ചെയ്യണം, മോഡൽ ക്വസ്റ്റ്യൻസ് കൂടി കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്കറിയാം, 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 11 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അതിൽ നമ്മൾ ചാപ്റ്ററുകളൊക്കെ മറിച്ച് നോക്കുമ്പോൾ തന്നെ തീരാത്ത ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി, സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ, പിന്നെ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി, ജിയോമെട്രി ആൻഡ് ആൾജിബ്ര അഥവാ ജാമിതിയും ബീജഗണിതവും, സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ. ഇതുപോലെ 4-5 ചാപ്റ്റേഴ്സ് വലിയ ചാപ്റ്റേഴ്സുകളാണ്. പല ആളുകൾക്കും ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്. മക്കളെ, നിങ്ങളൊരു പേടിയും പേടിക്കണം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാം. അവരൊക്കെ പറയുന്ന ക്ലിപ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, 10ാം ക്ലാസ്സിൽ എത്ര ടഫിലാണ് മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതെങ്കിലും നമ്മളതിനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാം. +1 നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ, നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും മാർക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ഉറപ്പ് തരുന്നൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും ഫുൾ A+ കിട്ടും എന്നത് തന്നെയാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന രീതി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്നത് മാത്രമാണ് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു അംഗമായിട്ട് മാറാം. ഇനി അങ്ങോട്ട് നമ്മളാണ്. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ.